പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സാർ, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്. ആദ്യത്തെ ചോദ്യം, സ്ത്രീകൾ, ഞാൻ താമസിക്കുന്നത് ചെറിയൊരു വീട്ടിലാണ്. ഇവിടെ ഞങ്ങൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പൂജാമുറിയില്ല, ഒരു ചെറിയ തട്ടിലാണ് വിളക്ക് വയ്ക്കുന്നത്. പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾ അവിടെ വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു വീട്ടിലെ ഗ്രഹനാഥ, നമ്മുടെ ഒരു വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂജാമുറി ഇല്ലാത്തവർ നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് വിളക്ക് കത്തിക്കുന്നത് സാധാരണ സ്ത്രീകളാണ് ഒരു വിളക്ക് കത്തിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പീരീഡ്സ് സമയത്തൊക്കെ തടസ്സം ഉണ്ടാകും. ആ പീരീഡ്സ് സമയത്ത് ഒരിക്കലും തന്നെ വിളക്ക് കത്തിക്കാൻ പാടില്ല. എന്നാൽ ആ സമയത്ത് നമ്മളെ ഭർത്താവിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ, അത് പെൺകുട്ടികളാവാം അല്ലെങ്കിൽ പയ്യന്മാരാവാം, അങ്ങനെ വീട്ടിലുള്ള മറ്റേ വേറെ ആരെങ്കിലും വിട്ട് അത് വിളക്ക് കത്തിക്കണം. അല്ലാതെ വിളക്ക് കത്തിക്കാതിരിക്കരുത്. വിളക്ക് കത്തിക്കാതിരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വിളക്കെന്ന് പറയുന്നത്, നിസ്സാരമല്ല. ഒരു വീട്ടിലൊരു പൂജാമുറി പരിപാലിക്കുന്ന ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും. അതില്ലയെന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത്, അവർ പരാതിയായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, ഞാനൊരു ഈശ്വരവാദിയാണ്. അപ്പോൾ എന്നാൽ ഞാൻ എൻ്റെ ഭർത്താവിനും വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്, അർച്ചനകൾ ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി അർച്ചന ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരാഴ്ചയിൽ 2-3 ദിവസം തീർച്ചയായിട്ടും ഞാൻ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മറിച്ച് എൻ്റെ ഭർത്താവിന് ഇതൊന്നും തന്നെ വിശ്വാസമല്ല, എല്ലാം മറിച്ചാണ് പറയുന്നത്. ഏത് ദൈവം, എന്തൊരു ദൈവം എന്നാണ് ചോദ്യം. ഞാൻ മാപ്പ് എൻ്റെ മനസ്സിൽ പറയുകയാണ്. ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട്. അവരൊക്കെ വളരെ പ്രയാസപ്പെട്ട് എന്നോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അതായത് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് എല്ലാം വിശ്വാസമാണ്. വിശ്വാസമാണ് അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ. ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരാൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അയാളുടെ വിശ്വാസമാണ്. പക്ഷേ ഈ ഈശ്വരവിശ്വാസം വേണ്ട, ഒന്നുമില്ല, ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ നിരീശ്വരവാദത്തിൽ നിന്ന് മാറി ഈശ്വരവാദത്തിലേക്ക് വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇല്ലയെന്ന് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രകൃതിയിൽ ഞാനിപ്പോഴും നമ്മുടെ ഹിന്ദുപരമായിട്ടും ശരി, മുസ്ലിംപരമായിട്ടും ശരിയും, അല്ലെങ്കിൽ ക്രിസ്തീയപരമായിട്ടും ശരി, ഏതിനെയാണ് നമ്മൾ പ്രകൃതിയെ ആരാധിച്ചേ പറ്റുള്ളൂ. പ്രകൃതി ശക്തി എന്നുള്ള ഒന്നുണ്ട്. അതിനെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത് പ്രകൃതിയെ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പ്രകൃതിയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് പല രീതിയിലായിരുന്നാലും ശരി, ഹിന്ദുക്കളായിരുന്നാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് 2 ഭാഗങ്ങളിലും ഒക്കെ ആണെങ്കിലും പ്രകൃതിയോട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ആരാധനയിലെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതിനാണ് പണ്ട് കാലത്തൊക്കെ സൂര്യനാണ് ആൾക്കാർ ആരാധിച്ചിരുന്നത്. എന്താണ്? കൺകണ്ട ദൈവം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അല്ലേ? ഇപ്പോൾ സൂര്യനാണ് പണ്ട് കാലത്ത് അങ്ങനെ അപ്പോൾ ആരാധിച്ചിരുന്നത്. അതുകളുടെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ മതങ്ങൾ വെച്ച് ആരാധിച്ച് ഓരോ മതങ്ങളായിട്ട് വിരിച്ച് പോയി. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവിന് ഈശ്വര വിശ്വാസം ഒട്ടുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്കുള്ള വിശ്വാസത്തിൻ്റെ തടയം നിൽക്കാത്ത കാര്യമില്ല. എൻ്റെ വിശ്വാസം എൻ്റെ കൂടെ. അപ്പോൾ ഏതായിരുന്നാലും ഒരു വീട്ടിൽ ഗ്രഹനാഥ, എപ്പോഴും തന്നെ ഒരു വീടിനെ സംബന്ധമായിട്ടൊരു വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ കുടുംബദേവത, ഗ്രഹലക്ഷ്മി എന്ന് പറയുന്നത് വീട്ടിൻ്റെ ഗ്രഹനാഥ തന്നെയാണ്. അത് സംശയമുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള പൂജാമുറി പരിപാലിച്ചും നിങ്ങൾക്ക് തടസ്സമുള്ള സമയത്ത് കുട്ടികളൊക്കെ വിളക്ക് എത്തിക്കും, അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വീടിന് ഐശ്വര്യം കൂട്ടേ ഉള്ളൂ. ഭർത്താവിൻ്റെ വഴിക്ക് വയ്ക്കോട്ടെ. നിങ്ങൾ ഇന്നത്തെ രീതിയിൽ തന്നെ പോകുന്നതാണ് നല്ലത്, കുടുംബത്തിന് നല്ലത്. അടുത്ത സാർ, ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം. ഇങ്ങനെ ഭർത്താവും ഭാര്യയും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പലപ്പോഴും കൃത്യമായ ഒരു പരിപാലനം പൂജാമുറിക്കോ ഒന്നും നടക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവാറുണ്ടോ? നമുക്ക് എപ്പോഴും തന്നെ കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, അവർ
ഈശ്വര സങ്കല്പത്തിൽ കൂടെ ആക്കി തന്നെ ജീവിച്ചു കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ കുട്ടികൾ വളരുള്ളൂ. നമുക്കെല്ലാത്തിനും ഏത് മതത്തിലും ആവാം, നമുക്ക് ഓരോ മതം ഓരോ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അല്ലാതെ നിരീശ്വരവാദിയായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ കുട്ടികളെ വളർത്തരുത്. അവർക്ക് നമുക്ക് നമ്മുടെ ഒരു ദൈവികമായൊരു പവർ അത് ഏത് മതത്തിൽപ്പെട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ തന്നെ കൊണ്ടുപോകണതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ മാത്രമേ അവർക്കൊരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി പോകും. പിന്നെ ആൾക്കാരെ ഇപ്പോഴും പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെ ചില ഇപ്പോഴത്തെ പുതിയ തലമുറ വന്നു ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതൊക്കെ തെറ്റാണ്. കാരണം ഇപ്പോൾ പണ്ടത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പ്രായത്തിന് മൂത്ത ആൾക്കാർ വന്നാൽ നമ്മൾ എണീറ്റ് അവരെ ഇരുത്തുകയും കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും പറയാണ്ട് പറഞ്ഞാൽ അവരിരിക്കുന്ന ഇരിപ്പത്തിന് മൊബൈലും നോക്കിക്കൊണ്ടിരിക്കും. ആ മൊബൈൽ നോക്കിയിട്ട് അവരത് ആദ്യം അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു കൾച്ചർ മാറി വരികയാണ്. അപ്പോൾ അത് ശരിയല്ല. നമ്മുടെ കേരള സ്റ്റൈൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായിരുന്നില്ല, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും തന്നെ അത് പാശ്ചാത്യ സംസ്കാരം ഒരുപാട് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ പാശ്ചാത്യ സംസ്കാരമായിട്ട് നമുക്ക് ഒരിക്കലും തന്നെ നമ്മുടെ സംസ്കാരം ശരിയായി പോകില്ല. അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ആവാം. ബഹുമാനം കൊടുക്കണം. മാതാപിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെയും ബഹുമാനിക്കണം. ബഹുമാനിക്കുന്ന ആ രീതി തന്നെ വേണം. എങ്കിൽ മാത്രമേ അവരുടെ പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പഠിക്കുന്ന കാലത്ത് അവർ ആ രീതി തന്നെ വേണം. പിന്നെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കേണ്ട കഴിവുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട അത് ആ വഴിക്ക് പോകും. മാതാപിതാക്കളുടെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോഴാണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി ഒരു ലൈനിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത് മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയുള്ളൂ, ഒരിക്കലും തന്നെ. കാരണം കുട്ടികൾ ഇപ്പോഴും മൊബൈൽ വാങ്ങിക്കൊടുത്തുകൂടാന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ മൊബൈലിൻ്റെ വരവോടുകൂടി ഒരുപാട് കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അത്യാവശ്യങ്ങളൊക്കെ കൊടുക്കാനില്ല എന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുന്ന രീതി തന്നെ ആയിരിക്കും. അത് വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പൂജാമുറി എന്ന് വെച്ചാൽ വളരെ പവർഫുള്ളാണ്. വിളക്ക് കത്തിക്കാന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ്. വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഞാൻ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട്, എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഗീ അതൊക്കെ ഇട്ട് വെച്ചാണ് വിളക്ക് കത്തിക്കും. വീടിനകത്തൊരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിലാണ്. അപ്പോൾ കഴിയുന്നതും ആരെങ്കിലും നമ്മളൊരു വീട്ടിനകത്ത് വിളക്ക് കത്തിക്കാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് തടസ്സമുണ്ടെങ്കിൽ മറ്റുള്ള ആരെങ്കിലും തന്നെ വീട്ടിൽ പൂജാമുറി പരിപാലിക്കണം അല്ലെങ്കിൽ വിളക്ക് കത്തിക്കണം എന്നർത്ഥം. സർ, ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യം. പൂജാമുറികൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചില പൂജാമുറികൾ വളരെ ആഡംബരത്തിലാണ് ചിലർ ചെയ്യാറ്, ചിലർ ചെറുതായിട്ടാണ് ചെയ്യാറ്. പക്ഷെ ചിലവർ ഈ പൂജാമുറികളിൽ ഒരുപാട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും പടങ്ങളും വെക്കാറുണ്ട്. ചിലവർ വളരെ ചെറുതായിട്ട് ഒരു വിളക്കും ഒരു പടമോ ഒരു വിഗ്രഹവും അങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട്. ഏതാണ് ഏറ്റവും നല്ലത്? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ എത്രത്തോളം പടങ്ങളും വിഗ്രഹങ്ങളും വെച്ച് വേണം പൂജിക്കാൻ? ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ വേണ്ടപ്പെട്ട ഒരാളിവിടെ നിന്ന് പറഞ്ഞു, സാർ ഞാനൊരു പുതിയ വീട് പണി കഴിപ്പിച്ചു, ഞാൻ പൂജാമുറിയായിട്ട് എന്നെ കെട്ടി. പക്ഷേ ഞങ്ങളുടെ ഒരു ഏറ്റവും അടുത്തൊരു ബന്ധു അപ്പോൾ അവർ പറഞ്ഞ കേൾക്കാത്തൊരവസ്ഥയാണ്. പടങ്ങളൊന്നും വയ്ക്കേണ്ട, വിളക്ക് മാത്രം കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വിളക്ക് മാത്രമേ കത്തിക്കുന്നുള്ളൂ. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഹിന്ദുപരമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പടങ്ങൾ വയ്ക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ പടങ്ങൾ വയ്ക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ എല്ലാത്തിനും തടസ്സങ്ങളിൽ നിന്ന് മാറിക്കിട്ടുന്ന ഒരു ചൈതന്യമാണ് സാക്ഷാൽ മഹാഗണപതി. മഹാഗണപതിയുടെ കൂടെ അടുത്ത് തന്നെ നല്ല സാധാരണ അമ്മ ദേവി പാർവതി ദേവിയുടെ പല രൂപത്തിലും ഭാവത്തിലുള്ള എല്ലാ ഉണ്ടല്ലോ നമ്മുടെ ക്ഷേത്രങ്ങൾ. അതിൻ്റെ ഏതെങ്കിലും അമ്മയുടെ ഏതെങ്കിലും ഒരു ചിത്രം മഹാഗണപതിയുടെ അടുത്തോട്ട് ചേർന്ന് വയ്ക്കുക. പിന്നെ ശൈവം വൈഷ്ണവം നമ്മൾ രണ്ടിലും വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ കൃഷ്ണയോ വിഷ്ണുവിനോ അത് വയ്ക്കുന്ന തടസ്സമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇടലേറുന്നതൊക്കെ അത്യാവശ്യമുള്ള പടങ്ങളെല്ലാം തന്നെ വയ്ക്കുക, വിളക്കും കത്തിക്കുക. അപ്പോൾ വിളക്ക് കത്തിക്കുന്നില്ല അവരൊരു സംശയം. ഞങ്ങൾ രണ്ട് പലക അടിയിൽ തന്നെ 2 പലക ഇന്ത്യയിൽ വർക്കായിട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പോൾ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ പൂജാമുറി നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ 2 തട്ടാവാം. അപ്പോൾ ഒരു ചെറിയ കണക്കാണ്, ഒരു 10 ഇഞ്ച് വീതി വീടിൻ്റെ ഒരു പടി, അതായത് പൂജാമുറിയുടെ അകത്ത് 1 അടി പൊക്കം, അങ്ങനെ 2 പടി ഇഷ്ടികയിൽ കെട്ടുക. താഴത്തെ പടി നടുക്കായിട്ട് വിളക്ക് കൊളുത്തി വയ്ക്കുക, ഉയരത്തെ പടി നിറച്ച് പടങ്ങൾ വയ്ക്കുക. ഇതാണ് അതിൻ്റെ പവർ.
അല്ലാതെ പലവര ഉയരെ കൊണ്ട് വയ്ക്കണക്കാട്ടും നല്ലത് എർത്തോട്ട് ബന്ധപ്പെട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടും. നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പൂജാമുറിക്ക് അതിൻ്റെ എങ്കിലും നമ്മൾ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് വിളക്ക് കത്തിക്കുന്നതും പടം വയ്ക്കുന്നതാണ് ഏറ്റവും പവർഫുൾ. അതുകൊണ്ട് 2 പടി കെട്ടുക, താഴത്തെ പടിയിൽ നടുക്കാട്ട് വിളക്ക് കൊളുത്തി വയ്ക്കുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നത് വീടിന് ഐശ്വര്യമാണ്. ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ രാവിലെ വിളക്ക് കത്തിക്കാൻ തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും വിളക്ക് കത്തിച്ച് പരിപാലിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് വിളക്ക് കത്തിക്കുന്ന പിന്നെ ഒന്നുകിൽ പറ്റുമെങ്കിൽ നെയ്യാണ് ഏറ്റവും അല്ലെങ്കിൽ എള്ളെണ്ണ അണുനശീകരണം ഇത് ഏറ്റവും നല്ല. വെളിച്ചെണ്ണ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ അതിൻ്റെ കൂടെ പല ആൾക്കാരും തന്നെ പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഓരോ ആൾക്കാരും ഇഷ്ടം, ചാമ്പണത്തിൽ കത്തി അതൊക്കെ ആവാം. എങ്കിലും വിളക്ക് കത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ, അത് ഒരുപാട് പേർ പലതവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് സാർ നമുക്ക് ഉത്തരം തന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.